ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാന്തല്ലൂരാണുള്ളത്. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാടനും മറുതയും എല്ലാവരും ഉള്ള വഴി കൂടെ ഞങ്ങൾ പോകുന്നത്. ഹലോ ഗൈസ്, ഞങ്ങൾ ഈ ജീപ്പിനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രാവലർ ഇവിടെ സ്റ്റക്കായി. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഹലോ ഗൈസ്, ജീപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടില്ല, അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്കൊരു വഴിയുണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, കാണാം. ഇതൊരു സീൻ എക്സ്പീരിയൻസ് കേട്ടോ എല്ലാവർക്കും. ഇത് മാക്സിമം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണമായിരിക്കും നല്ലത്. ഒരു സീനാണ് സംഭവം. ഇതൊരു ഫോറസ്റ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ആനയും സാധനങ്ങളൊക്കെ ഇറങ്ങണ സ്ഥലമാണ്. നോക്കാം കാണാൻ പറ്റുമോ എന്നൊക്കെ. കുറച്ച് ആനപ്പിണ്ടമൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആനയുണ്ടെന്ന് അറിയാൻ പാടില്ല. നോക്കാം. ഈ കാട്ടിക്കൂടെയൊക്കെയാണ് കയറി പോകണ്ടേ. ഇവിടുത്തെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഓടിക്കുന്ന മനുഷ്യൻ പറഞ്ഞ ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്പോട്ടുകളാണ് ഇതൊക്കെയെന്നാണ്. വണ്ടി ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഒരുത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡ്രൈവർ. പക്ഷേ അവൻ ഇവിടെ ഉള്ളവനാണ്. ഇവനാണ് ഞങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. പൂണ് വെള്ളത്തിൽക്കൂടെയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറ്റി മരിക്കുകയാണെങ്കിൽ അവർ മാത്രമേ മരിക്കുള്ളൂ, ഞാൻ മാത്രം സേഫാണ്. ആ പാലം കഴിഞ്ഞ ചുള്ളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, നോക്കട്ടെ. ഗൈസ്, ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആദ്യം ആലോചിച്ച് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട്, അതിൽ പാട്ടൊക്കെ വെച്ച് പോകാൻ നിർത്തി. ഇപ്പോൾ ഞങ്ങളതൊന്നും എടുത്ത് വെച്ചിട്ട് ഈ വണ്ടിയുടെ സൗണ്ടും പിന്നെ ആ വണ്ടി ഓടിക്കണമെന്ന് പറയണ ഇവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കേട്ട് ആ ഒരു മൂഡ് പിടിച്ചാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് കുരങ്ങും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്പോട്ട് ചെയ്തു. പിന്നെ ആ ഫാമിലിയായിട്ട് അവർ ടൂർ വന്നേക്കുമായിരുന്നു. പിന്നെ എന്നാ നോക്കട്ടെ, എപ്പോഴും ജീപ്പ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാവാണ്ടിരിക്കാൻ മാക്സിമം വേറെ ഷോട്ടുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അത് ചവിട്ടി ഇറങ്ങിയതിൻ്റെ എനിക്ക് ക്യാമറ എത്ര സെറ്റപ്പിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇവിടെ എവിടെ എങ്ങനെ ഉണ്ടാവും നോക്കാം. പല കേസ് വണ്ടി സ്റ്റക്കായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഞങ്ങളും കണ്ടിട്ടുണ്ട് ആന വല്ലതും മഞ്ഞുണ്ടോ നോക്കുകയും ചെയ്യണം നമുക്ക്. പിന്നെ ഈ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവൻ ഞങ്ങളെക്കാളൊക്കെ ഇളയൊരു ഒരുത്തനാണ്. ഇവൻ ഇവിടെ തന്നെയുള്ള ചെറുപ്പം പോലെ വണ്ടി ഓടിച്ച് കൊണ്ടുവിടുന്ന്. നമ്മൾ നാട്ടിൽ കാർ ഓടിച്ച് നടക്കുന്നതുകൊണ്ടൊന്നല്ല, ഇവന്മാരൊക്കെ വേറെ ലീഗാണ് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ. ഇവിടുത്തെ മുന്നു ക്യാമറാമാനും ദിവാകരൻ. ഇവിടെയൊക്കെ കലക്കം കാറ്റുണ്ടോ, മരമൊക്കെ പോക്കുണ്ടോ പോകും. മഴ
മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ ടെറൈൻ വെള്ളം ഇങ്ങനെ അലമ്പാവും എന്നാണ് പറഞ്ഞിട്ടോ. അതിൻ്റെ ആവും ഈ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതൊക്കെ. നൈസായിട്ട് ടയർ എന്തോരം വേണമല്ലേ, ശരിയാണ്. പിന്നെ ഗൈസ് പിന്നെ പറഞ്ഞത് 1919 മോഡൽ മേജറാണ് മഹീന്ദ്ര. ഇത് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല കേട്ടോ, അതും വെച്ചിട്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത്. ലൈൻ കട്ട്. ഹലോ ഗൈസ്, ഈ വണ്ടി ഉണ്ടല്ലോ ഫ്രണ്ട് കയറാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് റിവേഴ്സിൽ കൂടെ കയറ്റാനുള്ള പരിപാടിയിലാണ്. കയറും നോക്കാം. ഇവിടെ കൂടെ മഴ പെയ്തുകൊണ്ട് ചെളിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതിലെ വണ്ടി കയറുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. അവിടെയെങ്കിലും ആനയെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പോകുന്നു. ഹലോ ഗൈസ്, ഞങ്ങളൊരു വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലത്തിൻ്റെ അവിടെ എത്തി. ഇനി അത് കയറി അവിടെ കുറച്ച് ഇവിടുത്തെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് കയറി പോകുന്ന ക്രമത്തിലാണ് ഇവിടെ. അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് മനുഷ്യന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ബാക്കി മണ്ഡലങ്ങളിലേക്ക് പോവാം. ഇത് കയറാൻ പോവുകയാണ്. കാര്യം പറഞ്ഞത് റിസ്ക് ഒക്കെയാണ്. പിന്നെ എന്താ എല്ലാവരും ചെയ്യുന്നു, പിന്നെ നമ്മളും ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത് കയറാൻ മുന്നേയുള്ള പ്രിക്കോഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീൽ ഡ്രൈവിലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഒരു കൈ ഇടണം. ഞാൻ ചെരുപ്പിടാൻ പോവാണ്. 2 കൈയിലും ചെരുപ്പിടണം, എന്നിട്ട് വേണം പയ്യെ കയറാൻ. ഞാനടുത്ത് ആരെ പോയിന്ന് അവിടുത്തെ മെൻ്റൽ ഇൽനെസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. പിന്നൊന്നൊക്കെ പറയണ്ടേ, ഞാനിവിടെ എത്തി. എന്തായാലും ഇവിടുന്ന് കുറച്ചും പോകണം. എത്തിയില്ല കേട്ടോ, ഇനിയും പോകാനുണ്ട്. അപ്പോൾ വരും പറ്റേ ഒരു വേറെ സ്പോട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ള പാറയാണ്. ഇതുപോലെ ഓരോരുത്തരായിട്ട് നൈസായിട്ട് കയറി പോകണം. വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കൊണ്ടൊന്നുമില്ല, എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് മനുഷ്യന്മാരെ കയറി വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ എടുത്തോണ്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റിയില്ല, പക്ഷെ ആനപ്പിണ്ടത്തിനെ മാത്രം കാണുന്നുണ്ട്. വഴി നിറച്ച് ആനപ്പിണ്ടുണ്ട്. ആനനെ കാണാത്ത പക്ഷെ ഞങ്ങൾ തന്നെ ഒരു ഹതഭാഗ്യന്മാരായിട്ട് കണക്ക് കൂട്ടും കേട്ടോ. ഇതുപോലെ അങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ക്യാമറയുടെ ചാർജ് നൈസായിട്ട് അങ്ങ് തീർന്നു. എക്സ്ട്രാ ബാറ്ററി ഇല്ല. അതെ, ഞങ്ങളിതിൻ്റെ ടോപ്പിൽ വന്നപ്പോൾ വേറെ സ്പോട്ട് ഉണ്ട് കേട്ടോ, കലക്കം വ്യൂ പോയിൻ്റാണ്. പിന്നെ കുറച്ചും ഇവിടെ നിന്നൊരു മൊയിൽ ചാടി കയറി പോയി. മൊയിൽ എന്നിട്ട് അവിടെ പറയുമായിരിക്കും കുറച്ചന്മാർ വരുന്നുണ്ട് എസ്കേപ്പ് ആയിക്കോളാൻ. അവിടെ എന്തൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 2 പേര് താഴെ നിൽക്കുന്നുണ്ട്, കയറി വരുന്നില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾ പോയിച്ചുമ്പോന്നാണ് അമ്മമാർ പറയണത്. ഒരാൾ നൈസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതൊന്നും ചെറിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കയറും. ഏറ്റവും ടോപ്പിൽ വന്നു, എന്നിട്ടും മറ്റേ ആനേനെ കണ്ടില്ല. ഇവിടെ എന്താ വാറ്റ് യന്ത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടിപൊളി സീൻ കാറ്റട്ടോ, മനുഷ്യനെ കൊണ്ടുള്ള രീതിയിലുള്ള കാറ്റ്. ഞങ്ങളിത് പാറയിലൊക്കെ പിടിച്ചിരിക്കണേ. പകുതി മനുഷ്യന്മാർ കയറി വരുന്നില്ലെന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വന്നപ്പോൾ ഇത്രയും പേരുള്ളൂ ഇത് കയറാൻ വേണ്ടി. അവന്മാർ കയറിയില്ല. പിന്നെ ഇറങ്ങിപ്പോണെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. വിറകായുധമൊക്കെ ആയിട്ടാണ് പോകാൻ പറ്റുള്ളൂ. പോണു. ഓക്കെ, താഴെ തിരി കാണാം. ഇല്ല, താഴെത്തൂല. അവൻ ചുമ്മാ പാറക്കൂടെ നടന്നു പോവാം. ഞാനൊക്കെ ഇത് ഇവിടെ കൂടെ ഇഴഞ്ഞാൽ പോണേ. അവൻ്റെ പുറകെ കൊണ്ട് അവൻ പോണ വഴി സെറ്റാണെന്നും പറഞ്ഞു. നോക്കട്ടെ, താഴെത്താം. അതിലേ പോയാൽ തരണം. എനിക്കൊരു മണ്ടത്തരം പറ്റി. സാരമില്ല, നെക്സ്റ്റ് ടൈം. ഒരു ചെരുപ്പ് എടുത്തെറിഞ്ഞു അതേ പോണു. ഒരു ചെരുപ്പ് കിട്ടും. ന്യൂമാരെ ഇറങ്ങണേ കാണാം. നമുക്ക് എന്തെങ്കിലും വാട്സപ്പ് വീഡിയോ ഒക്കെ ഉള്ള സാധനമോ അങ്ങനെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സോ കിട്ടുമോ നോക്കാം. തട്ടി താഴെ ഒരെണ്ണ വീട്ടുണ്ട്. ഇടക്കണം ബാക്കി അടിക്കാൻ പറ്റോളാം. നിങ്ങളെ അടിക്കാൻ പറ്റോളാം. ഞാൻ പോട്ടെ.
ഇരിക്കണം ഒരുത്തൻ. ആ കിട്ടോ അറിയില്ല. മരത്തിലൊക്കെ ചോട്ടിട്ട് പോണേ. അത് മരിച്ചുപോയ മരമാണ്. മരിച്ചുപോയ മരത്തിന് അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് അതിൽ ചോട്ടിപ്പോവും. ഓയ് ചോട്ടല്ലേ, ചെരുപ്പൊക്കെ ചെറിയുണ്ട് കേട്ടോ. ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതേ നമ്മൾ എവിടെ കിടക്കുമെന്ന് പറഞ്ഞാൽ അതേ അവിടെ കിടക്കും ചിലപ്പോൾ. ഇവനാണ് ഞങ്ങൾ എല്ലായിടത്തും ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാ സ്പോട്ടിലും കൊണ്ടുപോയി എല്ലാം കാണിച്ചാൽ ഞങ്ങളുടെ ഫുൾ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേ. ഇവനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ എന്താണെന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ റിയലി അമേസിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൻ ആറാടുകയായിരുന്നു. ആ വണ്ടിയും കൊണ്ട് ഞങ്ങളെ ആറാടിക്കുകയായിരുന്നു. അലിൻ ജോസ് പെരേരയ്ക്ക് എന്താ പറയാനുള്ളത്? സൂപ്പർ എക്സ്പീരിയൻസ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊക്കെ അത്രേ ഉള്ളൂ. കണ്ടല്ല വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആ അതിനാണ് പറയുള്ളൂ. ഈ ഷാൻലാസ് ഞങ്ങളത് ഏറ്റവും അടിയിലെത്തിയിരിക്കുന്നു. ഇനിയുള്ള പരിപാടി പുറപ്പെടുന്നേ. കലക്കെ സ്പോട്ട് ഇട്ടു. എന്തായാലും ഇഷ്ടമായി. നിങ്ങളെല്ലാവരും നോക്കിക്കോട്ടോ, നേരെ കിട്ടുന്നുണ്ടാവും നമ്മളെ. ഇപ്പോൾ കയറിയിട്ട് വന്ന സ്ഥലമാണ്. ഹലോ ആനിനെ കാണാൻ വന്നായിരുന്നു നടന്നില്ല. അപ്പോൾ ഈ ചാനലിലെ ഫസ്റ്റത്തെ വ്ളോഗ് ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി. പിന്നെ എന്നാ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ശരി, ഓക്കെ ബൈ.